മിശിഹായിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ തോമാസ് സ്ലീഹായുടെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഏതാണ്ട് സമാപനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വിശുദ്ധനെ സാധാരണ എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് സംശയിക്കുന്ന തോമാസ് സ്ലീഹ എന്നാണ്. എവിടെയും ഈ തലക്കെട്ട് വളരെ പ്രകടമായി നമുക്ക് കാണാം. യേശുവിൻ്റെ ഉത്ഥാനശേഷം അവൻ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ഉറച്ച വിശ്വാസം, അത് കണ്ടുകൊണ്ടേ താൻ വിശ്വസിക്കൂ എന്നുള്ള ഉറച്ച ബോധ്യം ഉള്ളത് കൊണ്ടാണ് തോമാസ് സ്ലീഹ സംശയിക്കുന്ന തോമാസ് സ്ലീഹ എന്ന് ചിത്രീകരിക്കപ്പെട്ടത്. നമുക്കറിയാം, തോമാസ് സ്ലീഹ രക്തസാക്ഷിയാണ്, വിശുദ്ധനാണ്, ധീര പ്രേക്ഷിതനാണ്. ഏഷ്യ മൈനറിലെ നമ്മുടെ ഈ ഭാഗത്തുള്ള ഇത്ര ശക്തമായ ഒരു വിശ്വാസ സമൂഹം കെട്ടിപ്പടുക്കുവാൻ തക്ക തീക്ഷ്ണമായ പ്രേക്ഷിത വേലയുടെ ഉദാത്ത മാതൃകയാണ് തോമാസ് സ്ലീഹ. എന്താണ് ഈ വിശുദ്ധരെ, ഈ രക്തസാക്ഷികളെ, ഈ പ്രേക്ഷിത പ്രവർത്തകരെ ഇത്രമേൽ ശക്തിയുള്ളവരാക്കുന്നത്? എന്താണ് അവരുടെ സമ്പാദ്യം? തോമാസ് സ്ലീഹയുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ലഭിച്ച 2 സമ്പാദ്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുക. തോമാസ് സ്ലീഹയുടെ ഏറ്റവും വലിയ സമ്പാദ്യം ധൈര്യമായിരുന്നു. ഒന്നിനെയും ഭയമില്ലാത്ത ഒരു സ്ലീഹായാണ് തോമാസ് സ്ലീഹ. കാരണം വചനങ്ങളിൽ നാം കാണും, യേശു താൻ മഹത്വപ്പെടുവാൻ സമയമായി, താൻ ജെറുസലേമിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ സ്ലീഹന്മാർ യേശുവിനോട് പറയും, ഫരിസേയരും നിയമജ്ഞരും നിന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ നോക്കിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് നീ ജെറുസലേമിലേക്ക് പോകുന്നു? ഈശോ പറയും, എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും എനിക്ക് മഹത്വപ്പെടുവാൻ സമയമായി. അപ്പൊ തോമാസ് സ്ലീഹ പറയുന്ന വാചകം നമുക്ക് വളരെ സുപരിചിതമാണ്. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. കാരണം സ്ലീഹന്മാർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, അവിടെ ചെന്നാൽ യേശുവിനെയും തങ്ങളെയും കൊല്ലുമെന്ന്. പക്ഷേ മരണത്തെ പോലും ഭയമില്ലാതെ തനേറ്റിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധനായ ധൈര്യം തോമാസ് സ്ലീഹായ്ക്കുണ്ടായി. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. യേശു മരിച്ചതിന് ശേഷം വചനം പറയുന്നുണ്ട്, സ്ലീഹന്മാർ ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു. ഒരാള് മാത്രം അവിടെയില്ല. തോമാസ് സ്ലീഹ അപ്പോഴും പുറത്ത് ചുറ്റിത്തിരിഞ്ഞ് നടക്കുവാണ്. ധൈര്യമുണ്ടെങ്കിലേ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും മുൻപിൽ ആ സമയം നടക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി സ്ലീഹന്മാരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് ധൈര്യം പ്രാപിച്ചത്. പക്ഷെ തോമാസ് സ്ലീഹയ്ക്ക് അന്നും ഇന്നും ധൈര്യം കൂടെ ഉണ്ടായിരുന്നു. തോമാസ് സ്ലീഹയുടെ 2ാമത്തെ സമ്പാദ്യമാണ് ദൈവം. ഈ ദൈവത്തെ സമ്പാദിക്കുന്നത് മരണശേഷമാണ്. ബാക്കി എല്ലാവരും ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ തോമാസ് സ്ലീഹ മാത്രം ശാഠ്യം പിടിച്ചു, ഞാൻ കണ്ടല്ലാതെ വിശ്വസിക്കില്ല. യേശു തോമാസ് സ്ലീഹയുടെ ആ പിടിവാശിക്ക് മുൻപിൽ വഴങ്ങുകയാണ്. യേശുവിനെ കണ്ട മാത്രയിൽ തോമാസ് സ്ലീഹ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തി, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ. ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. എൻ്റെ എന്ന് പറയുവാൻ തക്ക ആഴത്തിലേക്ക് തോമാസ് സ്ലീഹയ്ക്ക് വളരാൻ സാധിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്നാണ് തോമാസ് സ്ലീഹ പറഞ്ഞത്. ദൈവത്തെ സ്വന്തമാക്കി. പിന്നെ തോമാസ് സ്ലീഹയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ വിശുദ്ധനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ധൈര്യം വേണം. ആർക്കാണ് ധൈര്യമുള്ളത്? ധൈര്യം എന്ന് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ. ആരാണ് ഭയപ്പെടുന്നത്? ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരമോ തെറ്റോ ചെയ്യുന്നവനാണ് ഭയപ്പെടേണ്ടതുള്ളൂ. 2ാമത്തത്, എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളവനാണ് ഭയമുള്ളത്, ഇല്ലേ? മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണമാണ്. ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ സൗന്ദര്യം, എൻ്റെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളത് വലിയ ഭയമാണ്. അപ്പോൾ ഭയമുള്ളവൻ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളവനാണ്. പക്ഷെ തോമാസ് സ്ലീഹായെ സംബന്ധിച്ച് അവന് ഭയമില്ലായിരുന്നു. കാരണം അവനൊന്നും നഷ്ടപ്പെടാനില്ല. ദൈവമായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ വിശുദ്ധനെ അനുസ്മരിക്കുമ്പോൾ നമുക്കും ഭയം കൂടാതെ ധൈര്യത്തോടു കൂടി ദൈവത്തെ സ്വന്തമാക്കാനും ആ ദൈവത്തെ പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. ആഴം വ്യക്തവുമായ ക്രിസ്തു ദർശനം ഉള്ളിലുള്ളവനെ അത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. തോമാസ് സ്ലീഹ പ്രേക്ഷിതനായിരുന്നു. എനിക്ക് തോന്നുന്നില്ല തോമാസ് സ്ലീഹ വാചാലനായിരുന്നു എന്ന്.
സ്വന്തം ജീവിത സഹനങ്ങളിലൂടെയും സാക്ഷ്യങ്ങളിലൂടെയും ഇന്ന് ഈ സഭയെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. നമുക്കും കെട്ടിപ്പൊക്കാൻ പറ്റണം. ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ കേൾക്കുന്ന ഒരു വാർത്തയാണ്, ഈ കുർബാന പ്രശ്നവും സഭയിലെ പ്രശ്നങ്ങളും കാരണം ഒത്തിരി പേര് വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നുവെന്ന്. നമ്മുടെ വിശ്വാസം ഇത്തരം സംഭവങ്ങളിലൂടെ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ക്രിസ്തു ദർശനവും ദൈവബോധ്യവും എൻ്റെ ഈ ഉള്ളിലാണ്, അത് അപരനിലല്ല. സഭയിലോ അത് നടത്തുന്ന വ്യക്തികളിലോ പോരായ്മകളുള്ളത് കൊണ്ട് നഷ്ടപ്പെടേണ്ടതൊന്നല്ല എൻ്റെ വിശ്വാസവും ദൈവത്തിലുള്ള ബോധ്യവും. അതുകൊണ്ടാണ് തോമാസ് ശ്ലീഹ പറയുന്ന പോലെ എൻ്റെ എന്ന് സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു വ്യക്തിപരമായ ക്രിസ്തുവുമായുള്ള ദൈവവുമായുള്ള ബന്ധം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരൊക്കെ വീണാലും എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും കളയില്ല. എന്നാലാണ് ധൈര്യപൂർവ്വം ഈ ക്രിസ്തുവിനെ ജീവിക്കുവാനും പ്രഘോഷിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 1950 വർഷം കഴിഞ്ഞു. ആഴമായ വിശ്വാസമുള്ളത് കൊണ്ടാണ്, പുണ്യാളന്റെ അത്ഭുതവും നന്മയും തിരിച്ചറിയാൻ സാധിച്ചത് കൊണ്ടാണ് നമുക്കും ഇതുപോലെ മറ്റുള്ളവർക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റണം. അത് നമ്മൾ ജീവിക്കണം. വിശുദ്ധനെ പോലെ ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാം. അതിനുള്ള കൃപ ഈ തിരുനാൾ ദിവസം തുടർന്നുള്ള ദിവസങ്ങളിലും പുണ്യാളൻ നമുക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.